ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ തയ്ച്ചതിൻ്റെയൊക്കെ ബാക്കി തുണിയുണ്ട്, കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസുകളുണ്ട്. അപ്പോൾ അത് പീസുകൾ എടുത്തിട്ടാണ് ഇങ്ങനെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ഇന്നൊരു ഹെയർ ബോ ഉണ്ടാക്കാൻ പോവാണല്ലോ. നമ്മൾ വേസ്റ്റ് തുണിയിൽ നിന്നാണ്, തയ്ച്ചതിൻ്റെ ബാക്കിയൊക്കെ വരുന്ന തുണിയിൽ നിന്നാണ് നമ്മളിങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമായുള്ളൊരു തുണി ബ്രൗൺ കളറിലോ ഏതെങ്കിലും കളറിലൊരു തുണി എടുക്കുക. 22 ഇഞ്ച് നീളമുള്ള ഒരു തുണി അത് തയ്ക്കുക. അതിൻ്റെ കോർണർ ഭാഗം കോൺ പോലെയാണ് തണ്ടിക്കേണ്ടത്. ഇതുപോലെ ഇതിൽ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം. എന്നിട്ട് അതിന് നടുവശമുണ്ടല്ലോ, ആ നടുഭാഗം സ്റ്റിച്ച് ചെയ്യാതെ വിട്ടേക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അതുവഴി വേണം നമുക്ക് തിരിച്ചെടുക്കാനായിട്ടാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യണേ. വേണ്ടിയവർക്ക് ഇതിന് നീളം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പം 2 ഇഞ്ച് വീതിക്കാണ് തയ്ച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നീളം എന്ന് പറയുന്നത് 22 ഇഞ്ച്. നീളം കൂടുതൽ വേണ്ടിയവർക്ക് കുറച്ചുകൂടെ നീളത്തിലെടുക്കാമേ. ഇങ്ങനെ തയ്ച്ച് എടുത്തതിന് ശേഷം അതിന് സെൻറ്റർ നോക്കി ഒന്ന് ചോക്ക് വെച്ച് വരയ്ക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ്. നമ്മൾ തയ്ക്കുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ മാറിപ്പോയാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ രണ്ട് സൈഡിലുള്ള ആ ബോ പോലെയൊക്കെ ഇരിക്കുന്ന ഭാഗം ഒരിടത്ത് വലിപ്പം കൂടുതലും ഒരിടത്ത് വലിപ്പം കുറവും അങ്ങനെ വരും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ സെൻറ്റർ ഭാഗത്ത് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തത്. അതിനുശേഷം നമ്മളിപ്പം കാണിക്കുന്നത് അതിന് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ചെയ്യുക. മടക്കി കഴിഞ്ഞ് ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഒരേപോലെയാണ് രണ്ട് സൈഡിൽ ഇരിക്കുന്നതെന്നൂടെ നമ്മൾ നോക്കണം. പിന്നെ നമ്മളൊന്ന് അളന്ന് നോക്കുക എത്ര ഇഞ്ചാണെന്ന്. 5 ഇഞ്ചോളം നമുക്ക് മതിയാവും വലിപ്പം. ഇഞ്ച് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു സൂചി നൂലെടുക്കുക. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അങ്ങ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. സെൻറ്റർ സൂക്ഷിച്ച് വേണം. അതിൻ്റെ ആ എഡ്ജിൻ്റെ അവിടെ വന്നിട്ട് സെൻറ്ററും ഒരേ അകലമായിരിക്കണം. നേരെ വരണം. നേരെ വന്നില്ലേ ഓരോ അപ്പുറത്തുള്ള സൈഡുകൾ തമ്മിൽ വ്യത്യാസം വരും. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ ആ നൂല് വലിച്ച് തയ്ച്ച് ചുരുക്കുമ്പോൾ അത് ബോ പോലെ വരും. തയ്ച്ചതിന് ശേഷം ഇതേപോലെ ബാക്കി നൂല് വെച്ച് അതങ്ങ് കെട്ടുകയാണ്.
ടൈ ചെയ്യുകയാണ് സെൻറ്റർ ഭാഗം നോക്കി. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുകൂടാതെ അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കണൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണേ. ഇത്രയും നാളെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ കൂട്ടുകാർക്കും താങ്ക് യു. ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കണേ. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ഭംഗി കൂട്ടാനായിട്ട് സ്റ്റോൺ ചെയിൻ ഉണ്ട്. നമുക്ക് സ്റ്റോൺ വെച്ച ചെയിൻ പോലുള്ളൊരു ഇത് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ക്രാഫ്റ്റ് കടയിൽ. അധികം വിലയൊന്നുമില്ല അതിന്. ഇതിപ്പോൾ 2 ലെയറുള്ള ഒരെണ്ണമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അത് ഇതിലോട്ട് ഒട്ടിച്ചേർക്കണം. അതിനായിട്ട് നമ്മൾ അതിനുള്ള എടുത്തിരിക്കുന്ന പശയെന്ന് പറയുന്നത് B7000 ആണ്. ആവശ്യത്തിനുള്ള സ്റ്റോൺ ചെയിൻ മുറിച്ചെടുത്തു. എന്നിട്ട് ഗമ്മ തേച്ച് കൊടുക്കുന്നു. ഇത്തിരി ഗമ്മ ഇച്ചിരി ടൈം എടുക്കുകയാണെങ്കിൽ വരാനായിട്ട്. കൂടുതൽ അതിനകത്ത് വാട്ടറി ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഉണങ്ങി വരാൻ ഇച്ചിരി സമയം എടുക്കും. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ 4 ചെറിയ സ്റ്റോൺ എടുത്തിട്ട് ഗോൾഡൻ കളറിലുള്ളൊരു മുത്താണ്. ഞാൻ പേള് പോലെ ഇടണം. അതിൻ്റെ അടിഭാഗം പരന്നതാണ്. അതിൽ ഗമ്മ് ചേർത്തിട്ട് ആ ടെയിൽ പോലുള്ള ഭാഗത്ത് രണ്ട് പീസയിലും ഈ 2 മുത്ത് വീതം ഒട്ടിച്ച് ചേർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഭംഗി അങ്ങ് മാറുകയാണ്. അത്രയും നേരം ഉണ്ടായിരുന്ന രൂപം ഈ സ്റ്റോണുകൾ വെച്ച് കഴിയുമ്പോൾ അതിന് ടോട്ടലി വ്യത്യാസം വരികയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, മറന്നു പോകരുതേ. എൻ്റെ ചാനലിനകത്ത് വേറെ വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ട് നൈറ്റ് തയ്ക്കുന്നതും ചുരിദാറിന് ബ്ലൗസ്. പുതിയ ചാനലായതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. വാച്ച് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല ഭംഗിയില്ലേ ഇപ്പോൾ ഈ ബോ കാണാനായിട്ട്. ഈ ഹെയർ ബാൻഡ് നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ കളർ കോമ്പിനേഷന് വളരെ നന്നായിട്ടുണ്ട് അല്ലേ. ഓക്കെ, താങ്ക് യു.